എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം കിലോമീറ്റേഴ്സ് ഓടിക്കുന്നവർ മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് ഓടിക്കാതെ ഡെയിലി ഒരു 10-20 കിലോമീറ്റർ നിങ്ങൾ ഓടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങളൊരു 10-100-150 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ടെൻഷൻ കാര്യങ്ങൾ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ചാർജ് തീരുമോ, അങ്ങനെ പണി വരുമോ, അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി EV എടുത്തിട്ട് പെട്രോളിന് കൊടുത്തിട്ടുണ്ട്. ആണ് ഓൺലി റീസൺ ടെൻഷൻ. അങ്ങനെ ടെൻഷൻ അടിക്കുന്നവർ BP ഉള്ളവരൊക്കെ അങ്ങനെ എടുക്കാതിരിക്കുന്നത് നല്ലത്. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വണ്ടിക്ക് പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ കൂടുതൽ ഇങ്ങനെ നെഗറ്റീവ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഇങ്ങനെ നമ്മൾ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് നല്ല പവറിൽ തന്നെ മാക്സിമം ഓടിക്കുക. ചിലപ്പോൾ ഡ്രൈവ് ഇടും, ചിലപ്പോൾ സ്പോർട്സ് ഇടും. എന്നാലും അത്യാവശ്യം പുഷ് ചെയ്താൽ നമ്മൾ മറ്റേത് പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും നമ്മൾ മറ്റേ ഫ്യൂവൽ ഇടും നോക്കി ആവോ F-ന്ന് ആവോ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് എന്താണേലും രാവിലെ ഇറങ്ങി വൈകിട്ട് വരുമ്പോൾ 200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എറണാകുളം സിറ്റിയിലും തൃശ്ശൂർ അങ്ങനെയൊക്കെ പോകുമ്പോൾ അത്രയൊക്കെ ആവുള്ളൂ. പക്ഷേ ഈ അടുത്തായിട്ട് നമ്മൾ പുതിയ ലെക്സോൺ, നിങ്ങൾ ലെക്സോൺ ഞാനിവിടെ മാമംഗലം അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഷോറൂം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ വണ്ടി അവിടെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ ആണെങ്കിൽ കുറച്ചും കൂടെ പീസ്ഫുൾ ആണ്. അവിടെ വണ്ടിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാരിയർ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, അതിൻ്റെ ലുക്കൊക്കെ കണ്ട് വാങ്ങിച്ചാണ്. പക്ഷേ ഇപ്പം ഹാരിയർ അധികം ഓടിക്കാറില്ല. മാനുവലിൻ്റെ ആളായിരുന്നു കുറേ കാലം. ഹാരിയർ മാനുവൽ. അപ്പം മാനുവൽ ഇപ്പം എനിക്ക് സത്യത്തിൽ മടുത്തു. അപ്പൊ അതിങ്ങനെ കൊടുക്കണം. ഇത് ഓടിച്ച് സുഖിച്ച് ഇതിന്റെ ഇൻസ്റ്റന്റ് പവർ, പിന്നെ നമ്മുടെ ഈ സിറ്റിയില് ട്രാഫിക്കില് യൂസ് ചെയ്യാനുള്ള കംഫർട്ട്. നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. ഞാൻ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് യാസിൻ മുഹമ്മദ് എന്നാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട്. അല്ല ബ്രോ, കാക്കനാടല്ലേ ഇത്? കാക്കനാടാണ്. അപ്പം ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടുതലും ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ആൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ആൾ ബൈക്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ അടിപൊളിയാണ്, ഞാനും കാണാറുണ്ട്. ഒരു ബൈക്ക് മേടിക്കാനുള്ളൊരു മോട്ടിവേഷൻ തോന്നാറുണ്ട് ആളുടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും. നമ്മളിവിടെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല. ആളൊരു ടിയാഗോ EV എടുത്തായിരുന്നു. അപ്പോൾ ടിയാഗോ EV എടുക്കുമ്പോഴത്തേക്കും നമ്മളെന്തായാലും ഒന്ന് ചോദിക്കണമല്ലോ. അപ്പം പുള്ളി 8 മാസം കൊണ്ട് ഏകദേശം 30,000 കിലോമീറ്റർ ഈ കാർ ഓടിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പം ഈ വണ്ടിക്ക് എന്തായാലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കാണും. അപ്പം നമ്മൾ ഇദ്ദേഹത്തിനോട് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി പോവാണ്. ചാർജിങ് സ്റ്റേഷൻ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് യാസിൻ ബ്രോ. അപ്പോൾ ബ്രോനൊന്ന് പരിചയപ്പെടുത്തോ? എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എന്നാലും പരിചയപ്പെടുത്തിക്കോ. ഓൾറെഡി ജയരാജ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ പേര് യാസിൻ എന്നാണ്. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടും. ആൻഡ് ഇത് എൻ്റെ ടിയാഗോ EV ആണ്. ഫസ്റ്റ് EV കാറാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിനു മുമ്പ് ഇപ്പോൾ വേറെ കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത് ടിയാഗോ EVയിലാണ്. അപ്പം കഴിഞ്ഞ ദിവസമാണ് 30,000 അടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടപ്പം കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഉത്തരം പറയാൻ റെഡിയാണ്. അപ്പോൾ ബ്രോ, ഈ വണ്ടിയിൽ നിന്ന് ബ്രോന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയോ? എന്തൊക്കെയാണ് ബ്രോ? ഇപ്പം ഓൾറെഡി ഒരു ഹാരിയർ ഉണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ എടുത്തിട്ട് 4 വർഷം ഉണ്ടായെന്ന് ബ്രോ പറഞ്ഞ്. അപ്പം ടാറ്റയിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ്, ടിയാഗോ എന്നുള്ള തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഇവിടം വരെ 8 മാസമായി. അപ്പോൾ നമുക്ക് പ്ലസ് പറയാം, പോസിറ്റീവും പറഞ്ഞു ബ്രോ. പക്ഷേ പ്ലസ് എന്തായിരിക്കും? അല്ല, പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി പെട്രോളും ഡീസലും ഒന്നും അടിക്കാണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ ഒരു ഫ്രീഡമാണ്. നമുക്ക് പെട്രോളും ഡീസലും അടിച്ച് പൈസ പോകുമ്പോൾ കുറച്ചൊരു സങ്കടമാണ് നമ്മൾ യാത്ര പോകുമ്പോൾ. അപ്പോൾ കൂടുതലും എനിക്കിവിടെ സിറ്റി കമ്മ്യൂട്ട്സ് ആയിരുന്നു കൂടുതലായിട്ടുള്ള. അപ്പോൾ ഒരു സിറ്റി കമ്മ്യൂട്ട്സ് എന്നുള്ള രീതിയിൽ ഹാരിയർ വേറെ യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് ഡ്രൈവ്സിന് വേണ്ടിയല്ല ഇത് വാങ്ങിച്ചത്. ഡെയിലി നമ്മൾ സിറ്റി കിടന്നൊരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ 200 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചവറ് പോലെ ഓടുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ഫ്യൂവൽ ആ ഒരു വലിയ വണ്ടിയിൽ കൊടുക്കാൻ അത്രയും മൈലേജ് കുറവായിരുന്നു. ഹാരിയറിന് ഒരു 13-14 ഒക്കെയാണ് എനിക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഞാൻ ഡെയിലി ഒരു 1,000 റുപ്പീസ് ഒരു 1,500 റുപ്പീസ് ഞാൻ ഫ്യൂവലിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സേവ് ചെയ്യണമെന്ന് തോന്നി. അതേസമയം എൻ്റെ വീട്ടിൽ സോളാറാണ്. അപ്പം വെറുതെ കറണ്ട് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ എൻ്റെ സിസ്റ്ററിന് വേണ്ടി ഞാൻ ആദ്യമായിട്ടൊരു ടിയാഗോ EV വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് ടിയാഗോ EV വാങ്ങിച്ചത്. അപ്പോൾ അത് ഓടിച്ച് അപ്പോൾ അതിൻ്റെ ആ കംഫർട്ട്, അതിൻ്റെ ആ മറ്റേത് മാനുവലാണ് എൻ്റെ വണ്ടി ഹാരിയർ. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഓടിച്ചപ്പോഴും അതിൻ്റെ ആ ഒരു പുഷും അതിൻ്റെ ഒരു ടോർക്കും ഇനീഷ്യൽ ടോർക്കും ആ ഇൻസ്റ്റൻറ്റ് ടോർക്കും ഒക്കെ ഫീൽ ചെയ്തപ്പം കുറച്ച് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. അപ്പോഴൊരു സിറ്റി കവർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലെടുത്തു.
കുറേ ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇപ്പം 8 മന്ത്സ് കൊണ്ട് ഈ വണ്ടി 30,000 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മറ്റേ വണ്ടികളൊന്നും എടുക്കാറില്ല. ഹാരിയർ മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഒരു ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഉണ്ട്, അതുപോലെ സ്വിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇത് തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ എപ്പോഴും സെൽഫായിട്ടുള്ള യാത്രകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ റൈറ്റ് നൗ കുറേ അധികം ജേർണീസ് പോയി. ഊട്ടി പോയി, കൊടൈക്കനാൽ പോയി, അതുപോലെ തന്നെ മൂന്നാർ പോയി, ബാംഗ്ലൂർ ഒരു 2-3 പ്രാവശ്യം പോയി. അങ്ങനെ കുറച്ച് ലോങ് ജേർണീസ് കാര്യങ്ങളൊക്കെ. ഇനീഷ്യലി നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഈ വണ്ടിയും വെച്ച് ഇത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഓടിച്ചത് ലേൺ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വണ്ടിക്ക് എത്രമാത്രം കേപ്പബിലിറ്റി ഉണ്ട്, എത്രമാത്രം റേഞ്ച് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. മേ ബി കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴും. എന്നാലും അത്രയും ഒരു മറ്റേ കാർ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാരിയറൊക്കെ ആയിട്ട് ബാംഗ്ലൂർ പോയി തിരിച്ചു വരുമ്പം അത്രയും കിലോമീറ്റേഴ്സിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 12,000 റുപ്പീസിന് ഞാൻ ഫ്യൂവലിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിലെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ 2,500-2,000 റുപ്പീസിൻ്റെ ഇതേ വരുന്നുള്ളൂ. അതൊരു ഹ്യൂജ് മാർജിനാണ് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ. മേ ബി കുറച്ച് ടൈം ചിലപ്പോൾ നഷ്ടപ്പെട്ടാലും അത്രയും ലാഭിക്കുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്തത്. പിന്നെ വേറെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാണ് ഫസ്റ്റ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് യാത്ര ചെയ്യാൻ വേണ്ടി. ഇത് വെച്ച് കമ്പാരിസൺ ബ്രോ ഇപ്പം ഏത് വണ്ടി അടിക്കുക ബ്രോ? ഇപ്പോൾ യൂസ് ചെയ്ത വണ്ടി ഇപ്പം ഫോർഡിൻ്റെ വണ്ടിയാണ്, അമേരിക്കൻ ആണ്. ഫോർഡ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈലാണ്. അത് 1.5 TDI ആണ്, അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. മേ ബി അതിനു മുമ്പ് ഫ്രണ്ടിൻ്റെ പോളോ GT TSI ഉണ്ടായിരുന്നു. മേ ബി അതിനേക്കാളൊക്കെ പവർ എനിക്ക് ഒരു ഇനീഷ്യൽ ടോർക്ക് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഇനീഷ്യൽ പുള്ള് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു നല്ല രീതിയിലുള്ള പവർ എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കാല് കൊടുക്കുന്നു, ഇൻസ്റ്റൻ്റായിട്ട് അവിടെ എത്തുന്നു. പക്ഷേ ഒരു ടോപ്പ് എൻഡ് ഉണ്ട്, ഒരു 120 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നീങ്ങൂല. പക്ഷേ ഒരു ആദ്യത്തെ 100 കിലോമീറ്റർ ഭയങ്കര ക്യുക്കാണ്. ആ ക്യുക്കാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമുക്ക് അത്ര ടോപ്പ് എൻഡിൻ്റെ ആളല്ല. നമ്മുടെ ഈ ചെറിയ റോഡിൽ ഒരു പോക്കറ്റ് റോക്കറ്റ് പോലെ പോകാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇനീഷ്യൽ പുള്ള് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ യൂഷ്വലി ഉള്ളൊരു തോട്ടാണ്, ഇലക്ട്രിക് കാറിന് ലൈഫില്ല, പെട്രോൾ കാറിനാണ് ലൈഫ്, മറ്റേ ഡീസൽ കാറിനാണ് ലൈഫ് എന്നൊക്കെ. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലുള്ള ആളായിരുന്നു. ഇതൊരു ടോയ് ആയിരിക്കും, ഇതിനൊരു ഫീൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എനിക്ക് ഓടിച്ചതിന് ശേഷം അതിനൊരു ഫീലുണ്ട്, ഇതിന് വേറൊരു ഫീലുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ഫീൽസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യേണ്ടത്. അത് മേ ബി നിങ്ങൾ പെട്രോളും ഡീസലും മാത്രം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. യു ഷുഡ് ഡെഫിനറ്റ്ലി ഡ്രൈവ് എ നീവി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് EVs എന്നുള്ളത് എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് രാത്രിയൊക്കെ എടുത്ത് 2 സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് 2 കാലൊക്കെ കൊടുത്തു കഴിയുമ്പം സാധനം പവറാണ്, സാധനം പൊളിയാണ്. മേ ബി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വേറെ കോമ്പറ്റേറ്റീവ് IC പെട്രോൾ കാർസ് ഉണ്ടാവും. അതെ, 12 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ. ഇപ്പം ഞാൻ ഇപ്പോൾ പേര് ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല. പക്ഷേ ആ കാറുകൾ ഓടിക്കുമ്പോൾ ഒരു ഫണ്ണും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പെട്രോൾ കാറൊക്കെ ഫണ്ണാണ്. ഒരു GT TSIയോ കുറച്ച് ഹൈ എൻഡ് കാർസൊക്കെ ഓടിക്കുവാണെങ്കിൽ ഫണ്ണാണ്. ഈ മറ്റേ പവർ കുറഞ്ഞ 1 ലിറ്റർ എഞ്ചിനുള്ള പല കാർസും ഈ പ്രൈസിൽ വരുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് പ്രൈസിൽ വരുന്ന കാർസ് ഉണ്ട്. മേ ബി ഇതിൻ്റെ ഇപ്പോൾ ടിയാഗോ പെട്രോൾ വേർഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ആ പെട്രോൾ വേർഷൻ കാറും ഈ വേർഷൻ ഇതും ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഏതായിരിക്കും ബ്രോക്ക് ഫൺ ഏതായിരിക്കും തോന്നിയേക്കുന്നത്? EV ആയിരിക്കും, 100% EV ആയിരിക്കും. പക്ഷേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്, പേടിയാണ് ആൾക്കാർക്ക്. പേടിയാണ്. പിന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത് ഇത്രമാത്രം ഒരു പവർഫുൾ ആണ്, ഇത് കയറ്റം കയറൂല, അങ്ങനത്തെ കൺഫ്യൂഷനിലും ഡൗട്ടിലുമാണ് പലരും. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് ഈ വണ്ടി കയറ്റം കയറുമോ, വണ്ടിക്ക് എന്നെ കംപ്ലൈന്റ്, പേടിയാ. ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡാ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോൾ അതെനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പവർ ഉണ്ടോ, ഇത് കയറ്റം കയറുമോ, ഇത് 4 പേരെ വെച്ച് വലിക്കുമോ? അതൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മാറും. ഒരിക്കലും ഒരു ടിയാഗോ പെട്രോൾ ഒരു ടിയാഗോ EVയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഡിഫറൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ടിയാഗോയുടെ ക്യാരക്ടറേ അല്ല ടിയാഗോ EVയിലേക്ക് വരുമ്പോൾ. അത് കാല് കൊടുക്കുന്നു, വണ്ടി പറക്കുന്നു. ഈ പവറൊന്നും 7 കൊല്ലത്ത് എനിക്ക് ടിയാഗോ പെട്രോൾ ഫീൽ ചെയ്തിട്ടില്ല. പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പോലും ഭയങ്കര ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. 8 മാസം ടാറ്റ മോട്ടോഴ്സിൻ്റെ മീൻസ് ഞങ്ങൾക്കിപ്പം എല്ലായിടത്തും ടോക്ക് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ സർവീസിൻ്റെ പ്രശ്നമാണ്. സർവീസിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഇഷ്യൂ, നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവം. പക്ഷെ അത് ആദ്യം മുതൽ എനിക്കങ്ങനെ, ഞാൻ കാർ എടുത്തത് ഓടിക്കാൻ വേണ്ടിയാണ്. ഇവർ ട്രീറ്റ് ചെയ്യുന്നൊന്നും പണ്ട് മുതൽ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും 8 മാസം എക്സ്പീരിയൻസിൽ ഹാരിയർ യൂസ് ചെയ്തപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറേ നെഗറ്റീവ് കമൻസ് വരുന്നതിൽ ആൾക്കാർ പറഞ്ഞത് അതിൻ്റെ ഒരു സർവീസ് പ്രശ്നമായിരുന്നു. ഹാരിയർ എടുത്ത സമയത്ത് ഞാൻ സർവീസ് കൊടുത്തോണ്ടിരുന്ന ഗോകുലത്തിലായിരുന്നു. അപ്പോൾ ഗോകുലത്തിൽ പോകുമ്പം സർവീസ് കുഴപ്പമൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഹാരിയറിലും വന്നിട്ടില്ല. ഒരു ബാറ്ററിയുടെ ഒരു ഇഷ്യൂ വന്നല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അവിടെ പോകുന്ന സമയത്തെന്ന് പറയുന്നത് ഒരു ക്യൂ നിൽക്കുന്ന പോലെ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് എനിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അത്രയും
തിരക്കുണ്ട്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ വണ്ടി നമ്മൾ വാങ്ങിച്ച വണ്ടിയാണ്, പക്ഷെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ ഒരു ടൈം പോകും. എനിക്കിങ്ങനെ വലിയ ഒരു ഓഫീസ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരു രാവിലെ 9 മണിക്ക് 10 മണിക്ക് ജോലിക്ക് കയറേണ്ട ഒരാൾ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയി നിന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഹാഫ് ഡേ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ അടുത്തായിട്ട് നമ്മൾ പുതിയ നിങ്ങൾ ലെക്സോൺ ഞാൻ ഇവിടെ മാമംഗലം, അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഷോറൂം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ വണ്ടി അവിടെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ ആണെങ്കിൽ കുറച്ചും കൂടെ പീസ്ഫുള്ളാണ്, അവിടെ സർവീസും കുഴപ്പമില്ല. പിന്നെ സർവീസ് അല്ലെങ്കിലും എനിക്ക് ഗോകുലത്തിലും വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ വണ്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വന്നാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അല്ലെങ്കിൽ നോർമൽ സിമ്പിളായിട്ടുള്ള സർവീസ് കാര്യങ്ങളല്ലേ ഇതിനകത്ത് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മാമംഗലത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും വരെയുള്ള സർവീസ് കൊടുത്തിട്ട് അതിൽ ഹാപ്പിയാണ്. അവിടെ കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പീസ്ഫുള്ളാണ്. അവിടെ നമുക്ക് രാവിലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റും, സ്ലോട്ട് ഉണ്ടാവും. കസ്റ്റമേഴ്സ് ഇപ്പോൾ കുറവായതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇപ്പോൾ ബ്രോ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹാറും ഇതെല്ലാം കൂടെ കൂടി. ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ബ്രോ ഹാപ്പിയാണോ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാരിയർ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, അതിൻ്റെ ലുക്കൊക്കെ കണ്ട് വാങ്ങിച്ചാണ്. പക്ഷേ ഇപ്പം ഹാരിയർ അധികം ഓടിക്കാറില്ല. മാനുവലിൻ്റെ ആളായിരുന്നു കുറേ കാലം. ഹാരിയർ മാനുവലാണ്. അപ്പം മാനുവൽ ഇപ്പം എനിക്ക് ഇപ്പം സത്യത്തിൽ മടുത്തു. അപ്പോൾ അതിങ്ങനെ കൊടുക്കണം. ഇത് ഓടിച്ച് സുഖിച്ച് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് പവർ, പിന്നെ നമ്മുടെ ഈ സിറ്റിയിൽ ട്രാഫിക്കിൽ യൂസ് ചെയ്യാനുള്ള കംഫർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ട്രാഫിക്കിൽ കിടില്ല. ഹൈവേസിൽ പോകുമ്പം അത് നെഗറ്റീവ് അല്ലേ, അതൊക്കെ നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ EV ആണ്, ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. വണ്ടിക്ക് 315 കിലോമീറ്റേഴ്സ് ആണ് കമ്പനി റേഞ്ച് പറയുന്നതെങ്കിലും ഒരു 200-180 കിലോമീറ്റേഴ്സ് ആണ് എനിക്കൊരു ആക്ച്വൽ റേഞ്ച് കിട്ടുന്നത്. യൂഷ്വലി എനിക്കൊരു കിട്ടുന്ന 160-170 ആണ് കിട്ടാറ്. ഇതിന്റെ വാട്ടവർ നോക്കി ഓടിക്കുന്നില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിറ്റിയിൽ സ്പോർട്സ് മോഡിലൊക്കെ തന്നെ ആയിരിക്കും ഓടിക്കുന്നത്. കാരണം പവർ ഉള്ളപ്പോൾ നമ്മൾ പവർ യൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് 180-200. കാരണം രാത്രി എന്തായാലും വീട്ടിൽ വന്നാൽ ചാർജ് കുത്തിയിടും. അപ്പം വീട്ടിൽ വരുമ്പോൾ എന്തായാലും ചാർജ് ബാക്കി ഉണ്ടാവും. അപ്പം എങ്ങനെ ഓടിച്ചാലും അത് തീരൂല എൻ്റെ ലോക്കൽ ഓട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് നല്ല പവറിൽ തന്നെ മാക്സിമം ഓടിക്കുക. ചിലപ്പോൾ ഡ്രൈവ് ഇടും, ചിലപ്പോൾ സ്പോർട്സ് ഇടും. എന്നാലും അത്യാവശ്യം പുഷ് ചെയ്താൽ നമ്മൾ മറ്റേത് പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും നമ്മൾ മറ്റേ ഫ്യൂവൽ ലിഡും നോക്കി ആവുമോ എഫിൽ നിന്ന് ആവുമോ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് എന്താണേലും രാവിലെ ഇറങ്ങി വൈകിട്ട് വരുമ്പോൾ 200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എറണാകുളം സിറ്റിയിലും തൃശ്ശൂർ അങ്ങനെയൊക്കെ പോകുമ്പോൾ അത്രയൊക്കെ ആവുള്ളൂ. അപ്പോൾ അതങ്ങ് പൊളിച്ച് ഓടിക്കുക. പിന്നെ ഇൻറ്റു ദ ഹൈവേസ് നമ്മളിപ്പം പാലക്കാടൊക്കെ പോകാറുണ്ട്. പാലക്കാട് എൻ്റെ വൈഫിൻ്റെ വീടായിട്ട് ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് പോകുന്നുണ്ട്. പാലക്കാട് പോകുമ്പോഴും ഒരു ഫുൾ ചാർജ് ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാലക്കാട് എത്തും. അതും പൊളിച്ച് തന്നെ ആയിരിക്കും പോകുന്നത്, നല്ല റോഡായിരുന്നു. കേരളത്തിൽ ഫുൾ ഓടിക്കാൻ ഇതിന്റെ ആവശ്യം? കേരളത്തിൽ എവിടെ വേണമെങ്കിലും കേരളത്തിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാനുള്ള ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. കേരളത്തിൽ ഈസിയാണ്, ഒരു പ്രശ്നമില്ല. ഒരു 1 ഇയർ മുമ്പുള്ള കഥയാണോ ബ്രോ ഇപ്പോൾ ഉള്ള ഡിഫറൻസ് അല്ലേ? ഞാൻ 1 ഇയറിന് മുമ്പത്തെ കാര്യം എനിക്കറിയില്ല ബ്രോ. ഇപ്പം ഓക്കെയാണ്. പക്ഷേ ഇൻ ദ സെൻസ് ഞാനിപ്പോൾ ഈ വണ്ടി ഏറ്റവും റിസ്ക് എന്ന് പറയുന്ന ഈ വണ്ടി കൊണ്ടുപോകുന്നത് ഹൈ റേഞ്ചിലേക്കാണ്. പക്ഷേ മൂന്നാറിലേക്കും വാഗമണ്ണിലേക്കും ഒക്കെ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് പോകാൻ പറ്റും. അതായത് കുറച്ച് ഒന്ന് പ്ലാൻ ചെയ്യണം. ബാക്കി ഈ ഹൈ റേഞ്ച് വിട്ട് വേറെ എവിടെ പോകാനും ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വയനാടൊക്കെ അത്യാവശ്യം നല്ല കുറേ ചാർജസ് ഉണ്ട്. വയനാടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ബ്രോ അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യുന്ന ചാർജസ് എന്ന് പറഞ്ഞാലോ? ചാർജേഴ്സ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഗോയിസിയുടെ ചാർജറാണ്. എനിക്ക് ഗോയിസിയാണ് കൂടുതൽ. ഞാൻ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ ഗോയിസി മാത്രം യൂസ് ചെയ്യുന്നത്. ഗോയിസി അത്യാവശ്യം ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ KCBയും റേറ്റ് കുറവാണ്, പക്ഷേ KCBനെ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഗോയിസി വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിയോൺ ഉണ്ട്. പക്ഷേ സിയോൺ ഭയങ്കര കത്തി റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഒരു ഗോയിസിയൊക്കെ ഒരു യൂണിറ്റിന് 12 രൂപ വാങ്ങിക്കുമ്പം അവർ 24 രൂപ 25 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇത് എന്തായാലും പെട്രോൾ പോലെ മറ്റേ ഷെല്ലിൻ്റെ പെട്രോൾ മറ്റേ പ്രീമിയം പെട്രോൾ ഒന്നുമില്ല. കറണ്ട് ഗോയിസിയും സിയോണും എല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അത് കുറച്ച് കൊള്ളയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് സിയോണ്. അപ്പം ഞാൻ പൊതുവേ സിയോൺ ഒഴിവാക്കാൻ നോക്കും. ഇപ്പം ലാസ്റ്റ് ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് സിയോൺ ആണ് കുറച്ച് കൂടുതൽ റോഡിലുള്ളത് കൊണ്ട് നമ്മൾ സിയോൺ ആണ് ഇപ്പോൾ ചെയ്തു പോകും. ആ സ്ഥലം അറിയാം, അതുകൊണ്ടും വേറെ ചാർജസ് ഉണ്ടാവും. അതിനുവേണ്ടി വേറെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ അതിനകത്ത് പിന്നെ പൈസ ഇടണം. അത് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ സിയോൺ അങ്ങനെ ചൂസ് ചെയ്താണ് പോകുന്നത്. പക്ഷേ വേറെ ഓപ്ഷൻസ് തമിഴ്നാട്ടിൽ കുറവാണ്. കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ കർണാടകയുടെ ഗവൺമെൻറ്റിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതും യൂണിറ്റിന് 8 രൂപയേ ഉള്ളൂ. അപ്പം അത് നമ്മളിപ്പോൾ ഇനീഷ്യലി എടുക്കുമ്പോൾ നമുക്കിതൊരു യൂസ്ഡ് അപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇനീഷ്യലി ഒരു സിറ്റി കാർ എന്നുള്ള രീതിയിൽ എടുത്താണ്. ഇപ്പം ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാന്നുള്ളൊരു കോൺഫിഡൻസ് കൂടുതലും കയ്യിലായി. ഇപ്പം കയ്യിലായി. ഇപ്പം നമുക്കിപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂർ പോകാന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
പിന്നെ അത് ചാർജ് ഉണ്ട്, ചാർജ് ഇല്ലെങ്കിൽ ഇവിടെ KCB ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഫുൾ ചാർജ് ചാർജ് ചെയ്യുക, ചെയ്യാൻ പോവാ. പോയി കഴിഞ്ഞൊരു പാലക്കാട് വാളയാറൊക്കെ എത്തുമ്പോൾ ഒന്ന് അടുത്തത് ചാർജ് ചെയ്യുക, പിന്നെ സേലത്ത് ചാർജ് ചെയ്യുക, ഹൊസൂർ ചാർജ് ചെയ്യുക. ടൈം എടുക്കും നമുക്കൊരു 3 മണിക്കൂർ എക്സ്ട്രാ, സാധാരണ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ ഒരു 3-3.5 മണിക്കൂർ എക്സ്ട്രാ ബാംഗ്ലൂർ എത്തും. പക്ഷേ ആ 3.5 മണിക്കൂറിൽ നമ്മളൊരു 10,000 രൂപ 6,000 രൂപ സേവ് ചെയ്യുക. അപ്പോൾ ആ 3 മണിക്കൂറിൽ 5,000-6,000 രൂപ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല. അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ അത്ര ഉണ്ടാക്കാറില്ല. 3 മണിക്കൂറിൽ 5,000 രൂപയ്ക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ നല്ല വണ്ടി എടുക്കാം. അല്ല, അത്രേ ഉള്ളൂ സജഷൻ. കുറച്ചും കൂടെ നല്ല വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ EVനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എല്ലാവരും പറയും. നമ്മളിപ്പം പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാൽ മതി, നിർത്തുമ്പം ചാർജ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷേ ബാംഗ്ലൂരൊക്കെ ഡ്രൈവ് പോയ സമയത്ത് 3 പ്രാവശ്യമൊക്കെ നിർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ 1 മണിക്കൂറൊന്നും വേണ്ട എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലായി. അതൊക്കെ പേരിന് പറയുന്നതാണ്. നമ്മൾ ഫുഡ് ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റിൽ കഴിച്ച് തീരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കലാണ്. പിന്നെ പൈസ ഇത്രയല്ലേ ആവുന്നുള്ളൂ എന്നുള്ളത് ഒരു സന്തോഷമാണ്. പിന്നെ ഓടിക്കാൻ സുഖമാണ് കേട്ടോ, ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഈ വണ്ടി ഹൈവേയിൽ ഓടിക്കാനാണെങ്കിലും അണ്ടർ പവേർഡായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ റേഞ്ച് ആൻസൈറ്റി ഉണ്ടാവുമല്ലോ, ഹൈവേയിൽ നമ്മൾ എപ്പോഴും 100-120 ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് അധികം കിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്ത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എൻജിൻ പുഷ് ചെയ്യുന്നില്ല, എൻജിനല്ല, ഈ മോട്ടർ അത്രയും പുഷ് ചെയ്യാത്തൊരു ഫീല് നമുക്ക് വരും. നമ്മളൊരു 70-80 ഇട്ടിട്ട് ഹൈവേസിൽ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ കാലും യൂസ് ചെയ്യേണ്ട, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. ഉറക്കം വരായിരുന്നു, ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ടൈം ബാംഗ്ലൂരിൽ നിന്ന് ഫുൾ ചാർജ്, ബാംഗ്ലൂർ ഉള്ളിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് സേലം എത്തിയിട്ടാണ് ചാർജ് ചെയ്തത്. അറൗണ്ട് ഒരു 240 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് വന്നിട്ട് ബാക്കി പെർസെൻറ്റേജ് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും കൂടുതൽ മാക്സിമം റേഞ്ച് കിട്ടിയേക്കുന്നത്. മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ എത്ര മാക്സിമം റേഞ്ച് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഡ്രൈവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വണ്ടി എടുക്കുന്ന ആളൊരു മിനിമം ഒരു 1 മന്ത് എങ്കിലും എടുത്ത് പഠിക്കണം. അതെ, ഇനീഷ്യലി പെട്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്ന റേഞ്ച് ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത്. ഇപ്പൊ ചിലപ്പോൾ 100%-ൽ 300 കാണിക്കും. ഇല്ല, നമ്മളത് കമ്മിറ്റ് ചെയ്യാറില്ല. അല്ല, 100%-ൽ 300-350 കാണിക്കും. ചില സമയത്ത് 100%-ൽ ഒരു 120-130 കാണിക്കും. ഡിപ്പെൻസ് ആണ്, നമ്മൾ ലാസ്റ്റ് ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ഇതിലാണ് അത് കാണിക്കുന്നത്. ഒരിക്കലും അത് ഡിപ്പെൻഡ് ചെയ്ത് പറയരുത്. പല ആൾക്കാരും എനിക്ക് ഇത്രയും റേഞ്ച് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് ഇവർ ഈ മിഡ് നോക്കിയിട്ടായിരിക്കും. അത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് റേഞ്ച് അല്ല. നമ്മളെപ്പോഴും ആ പെർസെൻറ്റേജ് നോക്കുക. ഒരു പെർസെൻറ്റേജിൽ 2 കിലോമീറ്റർ കിട്ടാം, ഒന്ന് നോക്കി മേടിച്ച് ചിലപ്പം 2.5 കിലോമീറ്റർ കിട്ടാം, അതായിരിക്കും മാക്സിമം കിട്ടുന്നത്. അപ്പോൾ അത് നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്യുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാണ്ട് ഈ മിഡിലുള്ള റേഞ്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ആൻസൈറ്റി ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ യാസിൻ ബ്രോ ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിൻ്റെ പോസിറ്റീവ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. യാസിൻ ബ്രോ, അപ്പം ഈ വണ്ടിയുടെ നെഗറ്റീവ്സും കൂടെ, ഈ ആൾക്കാർക്ക് കൂടുതലും നെഗറ്റീവ്സ് കേൾക്കാൻ ഇഷ്ടം. അപ്പോൾ നെഗറ്റീവ് സൈഡ് എന്താണ്? ടിയാഗോ ഇവിയുടെ നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ സ്ട്രഗ്ലിങ് എന്തും മാത്രമാണ്? ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഇനി കാർ മേടിക്കുന്ന ആൾക്കാർക്ക് എത്ര രൂപയുടെ വരെ വണ്ടി മേടിച്ചാലായിരിക്കും അവർക്കൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ബ്രോന്? അതെ, എനിക്ക് തോന്നുന്നു EV ഒക്കെ എടുക്കുമ്പം കുറഞ്ഞ EVs എടുക്കുന്നതായിരിക്കും. ഓടിക്കുക, മാക്സിമം യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നെഗറ്റീവ് എന്ന് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്കങ്ങനെ മേജറായിട്ട് അങ്ങനെ വലിയ ബാറ്ററി ഇഷ്യൂവോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പോകുന്ന ഇഷ്യൂവോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടി വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു, AC-യുടെ കംപ്രസർ. അത് തണുപ്പ് കുറവായിരുന്നു. അത് ഒരു 500 കിലോമീറ്റേഴ്സിലാണ് ഉണ്ടായത്. അത് ഷോറൂമിൽ കാണിച്ച് അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തന്നു. അതല്ലാണ്ട് പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലിഡ് ഉണ്ടല്ലോ, ചാർജിങ് ലിഡ്, പെട്രോൾ ലിഡ് പോലത്തെ ചാർജിങ് ലിഡ് മര്യാദയ്ക്ക് ഓപ്പൺ ആവുന്നില്ല നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഒരു ചെറിയ ഇഷ്യൂ ആയിരുന്നു. അത് ഓപ്പൺ ആവാത്തപ്പോൾ ഞാൻ വേറെ സെറ്റപ്പിലൊക്കെ ഓപ്പൺ ആക്കി ചാർജ് ചെയ്തു. പക്ഷേ അത് പിന്നീട് സോർട്ട് ഔട്ട് ചെയ്തു. ഇത് രണ്ടുമാണ് എനിക്കൊരു മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ഈ വണ്ടിയിൽ തോന്നിയേക്കുന്നത്. അല്ലാണ്ട് ബാറ്ററി സൈഡിലോ അല്ലെങ്കിൽ വേറെ ടെക്നിക്കലി വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയേക്കുന്നത്. പിന്നെ ഈ റേഞ്ചിൻ്റെ കാര്യം 315 കിലോമീറ്റേഴ്സാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്ലെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മിസ്ലീഡിങ് ക്ലെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു 200-180 ആ റേഞ്ചായിരിക്കും ഇതിന് കിട്ടുന്നത്. ഇത് ലോങ് റേഞ്ചാണ്. അപ്പോൾ ഈ മറ്റേ മീഡിയം റേഞ്ചിനൊക്കെ എത്രയാ റേഞ്ചെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. വേറെ എനിക്കങ്ങനെ നെഗറ്റീവ് സൈഡ് പറയാനൊന്നുമില്ല. നെഗറ്റീവ് സൈഡ് ആസ് എ ടിയാഗോ EV എന്നുള്ള രീതിയിൽ വേറെ നെഗറ്റീവ് സൈഡ്സൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.
പിന്നെ നിങ്ങൾ കാറ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ലാഭം നോക്കിയാണ് കാറ് വാങ്ങിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു 20 lakhs ഉള്ളിലുള്ള EVs എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ 20 lakhs ഉള്ള EVs നമ്മളൊരു ഇത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് ആ പൈസ റിക്കവർ ചെയ്ത് കിട്ടും എന്നുള്ളത് എനിക്കിപ്പം ഉറപ്പാണ്. കാരണം യൂഷ്വലി നമ്മുടെ വീട്ടിലിപ്പം സോളാർ ആണെങ്കിൽ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. ഞാനിപ്പോൾ 30,000 കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഓടാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പൈസ അങ്ങനെ അധികം ആയിട്ടില്ല. മേ ബി ഒരു 10,000 റുപ്പീസ് അല്ലെങ്കിൽ 7,000 റുപ്പീസ് ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിന് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു 7,000 8,000 റുപ്പീസിൻ്റെ അടുത്ത് ഫാസ്റ്റ് ചാർജിങ്ങിന് കൊടുത്തിട്ടുണ്ടാവും. ബാക്കിയെല്ലാം വീട്ടിൽ ബില്ല് ഫ്രീ ആയതുകൊണ്ട്, സോളാർ ആയതുകൊണ്ട്. എത്ര കിലോ വാട്ട് സോളാർ അടിക്കുന്നത്? അത് ഫാദർ വെച്ചതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് 5 ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 2 lakh മുടക്കി കഴിഞ്ഞാൽ പോലും 2 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ നമ്മൾ വീട് വെച്ചപ്പോൾ അത് വെച്ചതാണ്. അതൊക്കെ നമ്മൾ എപ്പോഴേ ഓരോ മാസത്തെ ബില്ലില് നമുക്ക് എന്തായാലും അത് തിരിച്ച് കിട്ടി കഴിഞ്ഞു. ഒരു 12 lakh പ്ലസ് 2 lakh സോളാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഞാൻ ഒരിക്കലും എല്ലാവരോടും EV എടുക്കാനൊന്നും പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ഒരു 100 കിലോമീറ്റർ 80 കിലോമീറ്റർ ഒക്കെ കമ്മ്യൂട്ട് ഉണ്ട്, പെട്രോൾ കാറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ EV എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വോത്തായിരിക്കും. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടിയാഗോ EV എടുക്കുന്ന സമയത്ത് ടിയാഗോ പെട്രോൾ എടുത്തിട്ട് ആ പൈസ എക്സ്ട്രാ ഫ്യൂവൽ അടിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഫ്യൂവൽ അടിക്കുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയാഗോ പെട്രോൾ മാനുവലേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഉണ്ടെന്ന് തോന്നുന്നു. AMD ആണെന്ന് തോന്നുന്നു. AMD ഒരു ഫണ്ണും ഇല്ല ഓടിക്കാനായിട്ട്. നിങ്ങളുടെ കാറായിട്ട് പറയല്ലേ, ഒരു ഫണ്ണും ഇല്ല ഓടിക്കാനായിട്ട്. പിന്നെ ആ ഒരു പവറും ആ ഒരു ഫീലും അല്ല ഈ വണ്ടിക്ക്. ഇത് കുറച്ചും കൂടെ ഒരു പ്രീമിയം വണ്ടിയും കുറച്ച് പ്രീമിയം പവറും കുറച്ചും കൂടെ ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് അല്ല ഗിയറില്ല വണ്ടിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് ഈ വണ്ടി തരുന്നത്. ആ വണ്ടി ഈ വണ്ടി ഓടിക്കാൻ അത്രയും വ്യത്യാസമുണ്ട്. അതിലൊരു 3 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കുന്നതിൽ തന്നെ നഷ്ടമില്ല. പക്ഷേ ദ മാറ്റർ ഈസ് നമ്മളിപ്പോൾ ഒരു 30,000 കിലോമീറ്റേഴ്സ് ഇപ്പം 1 year ആയിട്ടില്ല. 1 year ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 40,000 കിലോമീറ്റേഴ്സ് ഞാൻ ഈ വണ്ടിയിൽ കവർ ചെയ്യും. 40,000 കിലോമീറ്റർ ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു പെട്രോൾ കാർ ആണെങ്കിൽ അറൗണ്ട് ഒരു 4.50 lakhs അടുത്ത് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പം തന്നെ എന്തായാലും സേവ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഡീസൽ കാർ ഒരു 15 കിലോമീറ്റർ മൈലേജ് ഉള്ളതാണെങ്കിൽ തന്നെ ഒരു 3 lakh റുപ്പീസ് നമ്മൾ അത് ഒരു വർഷം കൊണ്ട് നമ്മൾ സേവ് ചെയ്തു. അത്രയും സേവിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് തിങ് ആയിട്ട് ഫീൽ ചെയ്തത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഒരു 10,000 കിലോമീറ്റേഴ്സ് ഓടാൻ തന്നെ ഒരു പെട്രോൾ കാറിന് ഒരു 1 lakh റുപ്പീസിൻ്റെ ഫ്യൂവൽ വേണ്ടി വരും. അതേസമയം ഒരു ഡീസൽ കാർ ആണെങ്കിൽ ഒരു 70,000 ഫ്യൂവൽ വേണ്ടി വരും. ഇത് നമ്മുടെ സോളാർ ആണെങ്കിൽ ഇത്ര വരും. ഇനി സോളാർ അല്ല, നിങ്ങൾ വീട്ടിലാണ് ചാർജ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു മിനിമം ലിമിറ്റിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 10,000 കിലോമീറ്റേഴ്സ് ഓടാൻ വേണ്ടി 10,000 റുപ്പീസ് പോരെ. വീട്ടിലത്തെ ഹോം ചാർജിങ് ആണെങ്കിൽ 1 rupee ആ റേഞ്ചേ വരുന്നുള്ളൂ. അപ്പം അത്രയും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ഓയിലോ അങ്ങനത്തെ ചേഞ്ചിങ് കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അങ്ങനെ വലിയ സർവീസ് ബില്ലും എനിക്ക് വളരെ കുറവാണ് ഫീൽ ചെയ്തത്. ആ കൂടെ ഒരു 400-500 ഏതൊരു സർവീസിന് ഈ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരു 2,000 സംതിങ് വന്നല്ലാണ്ട് സർവീസ് കോസ്റ്റും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി അടിച്ച് പോകുമ്പോൾ കുറേ പൈസ ആവില്ലെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. ബാറ്ററിക്ക് അറൗണ്ട് 5 lakh റുപ്പീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ടാറ്റ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതുവരെ ഈ വാറണ്ടി കഴിഞ്ഞിട്ടുള്ള വണ്ടി ബാറ്ററി മാറ്റി ക്യാഷ് കൊടുത്ത് മാറ്റിയ കേസുകൾ എൻ്റെ അറിവിലില്ല. പക്ഷെ ഞാനിപ്പം നിങ്ങളുടെ ഏതോ TSM ആയിട്ട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ 600 നമ്പർ ഓഫ് സെൽസ് ആണ്. അപ്പം ആ സെൽസ് ഡാമേജ് ആവാനേ ചാൻസ് ഉള്ളൂ. റൈറ്റ് നോ ഇപ്പോൾ ഏതെങ്കിലും സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒരു ഫുൾ ബാറ്ററി പാക്കായിട്ട് മാറിത്തരും. മേ ബി ആഫ്റ്റർ 8 years ഈ ഒരു സെല്ലിന് വരുന്നതെന്ന് പറഞ്ഞാൽ 480 റുപ്പീസ് ആണ്. അപ്പോൾ 8 years കഴിഞ്ഞിട്ട് ഏതെങ്കിലും സെല്ല് മാത്രമായിട്ട് ഫുള്ളായിട്ട് ഒരിക്കലും ബാറ്ററി മാറില്ല, ഇത് സെപ്പറേറ്റ് സെല്ലായിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു 8 years കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പം ആ സെല്ല് മാത്രമായിട്ട് മാറിയാൽ മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 8 years യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി എന്തായാലും ഇറക്കത്തില്ല. മേ ബി അതിനുള്ള സൊല്യൂഷൻസ് അവർ എന്തായാലും അല്ല സംഭവം ഇത്രേ ഉള്ളൂ. ലിഥിയം അയൺ ബാറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെൽസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ സെൽസ് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി, അല്ലാണ്ട് ഫുൾ ബാറ്ററി ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലിഥിയം അയൺ ബാറ്ററീസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,000-3,000 സൈക്കിളാണ്. അതെന്ന് പറയുന്നത് അറൗണ്ട് 6 lakh കിലോമീറ്റേഴ്സ് ഓടാനുള്ള ഒരു കപ്പാസിറ്റി ആ ബാറ്ററിക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം റൈറ്റ് നോ നമുക്ക് നമ്മൾ ഈ വണ്ടി എടുത്ത് നമ്മൾ ഈ വണ്ടിയുടെ ആരാധകനാണെന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ആരാധകനല്ല. കാരണം ഇതൊക്കെ നമ്മൾ ഈ വണ്ടി എടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ലാഭം അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഓടിച്ച് ഇഷ്ടപ്പെട്ടു, ഇതിനൊരു ഫീൽ ഉണ്ടെന്ന് മനസ്സിലാക്കി എടുത്താണ്. അപ്പം ഇത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക, ഒരു ലെക്ക് പോലെ നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷേ ഇത്രയും കിലോമീറ്റേഴ്സിൽ ഞാൻ പ്രെറ്റി ഹാപ്പിയാണ്.
ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിലും അത് ഞാൻ ഇ വിയിലേക്കേ പോകത്തുള്ളൂ. കാരണം ഇനി പെട്രോൾ ഡീസലിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് ടാസ്ക്കാണ്, കാടാണ്. എനിക്ക് പറ്റുന്നില്ല, സത്യം പറയാം. എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിപ്പം നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്കത് കുഴപ്പമില്ല. എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഒരടുത്ത വണ്ടി എടുക്കുകയാണെങ്കിൽ, കാരണം ഇനി ഇത്രയും കിലോമീറ്റേഴ്സ് നമുക്ക് വേറെ വണ്ടി എടുക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഓടുന്ന ഓട്ടം നമ്മൾ വെറുതെ മറ്റേ വണ്ടിയായിട്ട് ഇറങ്ങുമ്പം 2000-3000 രൂപ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തിനാണ് നമ്മൾ ഓടിയാൽ പോരെ, എന്തിനാണ് ഈ പൈസ കളയേണ്ടതെന്നുള്ളൊരു ചിന്ത പലപ്പോഴും അടിച്ചടിച്ച് അത് വെറുതെ ആവശ്യം. കാരണം ഞാൻ ഈ വണ്ടി എടുത്ത പിന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ പൈസ മേ ബി ഇനീഷ്യലി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കുറേ പൈസ സേവ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വർക്കോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്രോളിനെയും ഫ്യൂവലിനെയും കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോയേക്കാം, ആ ഒരു മൂടാണ്. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുക. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ പോവാം, അവിടെ നിന്ന് തിരിച്ചൊരു 10-300 രൂപയ്ക്ക് തിരിച്ച് ഗോയിസിയിൽ ചാർജ് ചെയ്യുന്നത് തിരിച്ച് വീട്ടിലെത്താം. അപ്പം കുറച്ചും കൂടെ കോൺഫിഡൻസ് വണ്ടി എൻ്റെ കരിയറിലും തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു വർക്ക് എടുക്കുമ്പം അതിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് അത് ഇത് നോക്കണം, അല്ലെങ്കിൽ ഒരാളെ കാണാൻ വേണ്ടി അങ്ങോട്ടൊരു ബിസിനസ് മീറ്റ് നടത്താൻ വേണ്ടി പോകുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പം അങ്ങനത്തെ കാര്യമൊന്നുമില്ല, നമുക്കങ്ങ് പോവുക വരിക. ഈ ഒരു വണ്ടിയുടെ എക്സ്പെൻസ്, വണ്ടിയുടെ ഫ്യൂവലിൻ്റെ കോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുന്നുള്ളത് ടിയാഗോ ഇവിക്ക് ഞാനൊരു ബിഗ് താങ്ക്സ് കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ബ്രോ എന്തായാലും വളരെ ഷോർട്ട് വീഡിയോ ആണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ ഉണ്ടോ ബ്രോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാം. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചോദിക്കുകയല്ല, ആളെന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉള്ള ആൾക്കാർ ഈ വണ്ടി എടുക്കാനാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ബ്രോ ഈ വണ്ടി നല്ല കംഫർട്ടബിൾ അല്ല ബ്രോ. ഒരു പെട്രോൾ വണ്ടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ വണ്ടി കംഫർട്ടബിൾ. ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞാലും കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ഇത് ലാഭം എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പക്ഷേ ഐ തിങ്ക് ഞാനിപ്പം ഒരു റൈഡിങ് കംഫർട്ട് അടിപൊളിയായിരിക്കും. പക്ഷേ മേ ബി സ്പേസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കാം. ഇപ്പം സപ്പോസ് ഒരു മാരുതി ബലേനോ ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു 10 lakhs 11 lakhs ഒക്കെ വരും. പക്ഷെ ഞാൻ അതിൻ്റെ AMD ഒക്കെ ഓടിച്ചു, ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഓടിക്കാനേ ഒരു ഫണ്ണോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. പക്ഷേ ഇൻറ്റീരിയറിൽ കുറേ സ്പേസും ചിലപ്പോൾ കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഓടിക്കാൻ ഇത് ഭയങ്കര ഫണ്ണാണ്. സെൽഫായിട്ട് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫണ്ണാണ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ പേർപ്പസിന് ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടി തരും. അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം കിലോമീറ്റേഴ്സ് ഓടിക്കുന്നവർ മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് ഓടിക്കാതെ ഡെയിലി ഒരു 10-20 കിലോമീറ്റർ നിങ്ങൾ ഓടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങളൊരു 10, 100, 150 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ടെൻഷൻ കാര്യങ്ങൾ, കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇതെടുത്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് തീരുമോ, അങ്ങനെ പണി വരുമോ, അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി EV എടുത്തിട്ട് പെട്രോളിന് എടുത്തിട്ടുണ്ട്. ആണ് ഓൺലി റീസൺ ടെൻഷൻ. അങ്ങനെ ടെൻഷൻ അടിക്കുന്നവർ BP ഉള്ളവരൊക്കെ അങ്ങനെ എടുക്കാതിരിക്കുന്നത് നല്ലത്. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വണ്ടിക്ക് പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ കൂടുതൽ ഇങ്ങനെ നെഗറ്റീവ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും ഒരു ചിൽ മൈൻഡിലാണ്. ഞാൻ അവസാനം 5%, 4%-ൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാറുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ വണ്ടി എത്ര ഓടും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. പിന്നെ നിന്ന് പോയി കഴിഞ്ഞാൽ RS വിളിക്കുമെന്ന് തോന്നി. പക്ഷെ അങ്ങനെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം യാസിൻ ബ്രോ ഇത്രയും നേരം നമുക്ക് സമയം തന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പം പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ ഓട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കംഫർട്ട് വൈസ് ഇത് വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കംഫർട്ട് വൈസ് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും. എന്തായാലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. ഇപ്പം നിങ്ങൾ എവിടെയുള്ള സ്ഥലത്താണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത്. ഇനിയിപ്പോൾ എൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലെക്സോണിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ലെക്സോൺ എന്ന് പറയുന്നത് പുതിയൊരു ഡീലർഷിപ്പാണ് കേരളത്തിൽ. ഞങ്ങൾക്ക് അറൗണ്ട് മലപ്പുറം മുതൽ ട്രിവാൻഡ്രം വരെ ഡീലർഷിപ്പ് ഉണ്ട്. ഏകദേശം 10-45 സർവീസ് സെൻറ്റേഴ്സും ഷോറൂംസും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്സും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ എനിക്ക് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബ്രോ നമുക്കെന്നാൽ അതിൻ്റെ ഇപ്പം ഇതൊക്കെ ഓക്കെ ബൈ.